സെക്കൻഡറി സ്കൂൾ, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, സിവിൽ സർവീസ് അക്കാദമി, മീഡിയ അക്കാദമി, ഒപ്പം താമസ സൗകര്യവും അടുത്ത അധ്യയന വർഷം മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന വേദിയിൽ ഇന്ന് രാവിലെ 11:30 മണിക്കാണ് ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പന മത്സരം ആരംഭിച്ചത്. വളരെ മനോഹരമായ മത്സരമായിരുന്നു. 23 ടീമുകളാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തത്. 23 ടീമുകളും വളരെ നല്ല രീതിയിലുള്ള പ്രകടനം ഈ വേദിയിൽ കാഴ്ചവെച്ചു. ഒപ്പന മത്സരം ഇപ്പോഴാണ് അവസാനിച്ചത്. ഏകദേശം 5:30 മണി സമയത്താണ് മത്സരം അവസാനിക്കുന്നത്. രാവിലെ 11:30 തുടങ്ങിയ മത്സരം 5:30 മണി വരെ നീണ്ടുനിന്നു. വളരെ വലിയ ജനക്കൂട്ടമാണ് ഈ പ്രധാന വേദിയിൽ ഒപ്പന മത്സരം കാണാൻ എത്തിയിരിക്കുന്നത്. ഏതായാലും ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പന അവസാനിച്ചിട്ടുള്ളൂ. ഇത് കഴിഞ്ഞ് ഹൈസ്കൂൾ വിഭാഗം ഒപ്പന കൂടി ഇവിടെ ആരംഭിക്കേണ്ടതുണ്ട്. ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പനയുടെ റിസൾട്ട് ഉടനെ വിധികർത്താക്കൾ പ്രഖ്യാപിക്കുകയാണ്. ഉന്നത നിലവാരം പുലർത്തിയ ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പനയുടെ ഫലം അറിയിക്കുകയാണ്. മനം കുളിർക്കുന്ന മനോഹര ഈശ്വരകളിൽ തന്നെ മുഴുവൻ ടീമുകളും അവരുടെ അവതരണം നടത്തിയെന്ന് എടുത്തു പറയേണ്ടതുണ്ട്. ഇവിടെ ഗ്രേഡ് വിവരങ്ങൾ അറിയിക്കുകയാണ്. എ ഗ്രേഡ് ലഭിച്ച ടീമുകളുടെ നമ്പറുകൾ വായിക്കുകയാണ്. മാറ്റുരച്ച 23 ടീമുകളും എ ഗ്രേഡ് നേടിയിട്ടുണ്ട്. സബ് ജില്ലാ മത്സരം, ജില്ലാ മത്സരം ഇതൊക്കെ കഴിഞ്ഞ് കലാശ പോരിന് വേണ്ടി പൂരങ്ങളുടെ നാടായ തൃശ്ശൂരിലേക്ക് അവസാന അംഗത്തിന് വേണ്ടി കോഴിക്കോടിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പനയുമായി പോകുന്ന ടീമിനെ അറിയാനായിരിക്കും നിങ്ങളെല്ലാം കാത്തിരിക്കുന്നുണ്ടാവുക. ചെസ് നമ്പർ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടി വളരെ നേരിയ വ്യത്യാസത്തിൽ, മറ്റ് കമൻസ് ഒന്നും പറയുന്നില്ല, വളരെ നേരിയ വ്യത്യാസത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ കരസ്ഥമാക്കി ഉന്നതതല മത്സരത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ചെസ് നമ്പർ 16 ആണ്. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന വേദിയിൽ ഇന്ന് നടന്ന ആവേശകരമായ ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പന മത്സരത്തിൽ തോടന്നൂർ സബ് ജില്ലയിലെ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളാണ് എ ഗ്രേഡോടുകൂടി സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത്. ഈ ടീമിനെ പരിശീലിപ്പിച്ച ഹാരിസ് നമ്മുടെ ഒപ്പമുണ്ട്. അതേപോലെ ടീം അംഗങ്ങളും നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം, എങ്ങനെയാണ് ഒപ്പനയെക്കുറിച്ച്? ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് ക്ലാസ് പോയി. ആ ക്ലാസ്സിൽ നല്ലൊരു സപ്പോർട്ട് എല്ലാവരും എത്തുന്നുണ്ട്. സാൽവിയ സാജിയുടെ പാട്ടും നമ്മളെ മക്കളെ കളിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചാണ് ജില്ലയിൽ വന്നത്. എന്നാലൊരു ടെൻഷൻ. ഏത് കല്യാണമാണ് ഇവർ പാടിയത്? കല്യാണം ഫസ്റ്റ് ഇട്ടിട്ട് മുഹബത്തിന് എഴുതിയത് നാസർ മേശ്ശേരി. പിന്നെ ഈ ഒപ്പനയില് ഹാജറബിയുടെ കല്യാണം പാടി നാസർ മേശ്ശേരിയുടെ രചനയിൽ മനോഹരമായി ഇവർ പാടിയ കുട്ടിയുടെ പേര് സാൽവിയ സാജി. സാൽവിയ 2 വരി ആ പാട്ടൊന്ന് നമുക്ക് വേണ്ടി പാടും. മുഹബത്തിലാടി മധുമലർ വണ്ട തേടി ഇഹമിൽ ചെയ്തി ചൊല്ലി അരോമയും അണവായുദേവെന്തിതായ് അത ബുദ്ധ പേശി തരുളതനൊത്ത നീശി വസന്തത്തിൻ നിലാവായിതാ മെഹബൂബിലാ സുഹൃതത്തിൻ ചിന്തുമായിതാ മശൂക്കിലാ. അപ്പൊ സാൽവിയ നേരത്തെ പാടാറുണ്ടോ? മത്സരങ്ങൾ പങ്കെടുക്കാം? ഞാൻ 9th പഠിക്കുന്ന സമയത്ത് സ്റ്റേജിൽ പോയിട്ടുണ്ട്. ഫസ്റ്റ് ആണോ പാടുന്നത് ഒപ്പന വേദിയിൽ? അല്ല, ഞാൻ 8th സ്റ്റാൻഡേർഡ് മുതൽ ഒപ്പനയിലുണ്ട്. ഹാരിസ് മാഷ് തന്നെയാണ് പഠിപ്പിക്കാറ്. 9th സ്റ്റേറ്റിൽ പോയി, 10th സെക്കൻഡ് ആയിരുന്നു. കളി കഴിഞ്ഞപ്പോ എന്താ തോന്നിയത്? ഫസ്റ്റ് പ്രതീക്ഷ ഒന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും അധികം പ്രതീക്ഷയില്ല. എന്താ വെച്ചാല് നമുക്ക് വിധിച്ചതല്ലേ വരുള്ളൂ. അപ്പൊ അങ്ങനെ പ്രതീക്ഷ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ റിസൾട്ട് കിട്ടാൻ നല്ല സന്തോഷമുണ്ട്. വളരെ ഗംഭീരമായിട്ട് കുറെ ദിവസം വരെ കേട്ടല്ലേ? അപ്പൊ എന്താണ് പിന്നെ ഒപ്പന മൊത്തത്തിൽ ഈ മത്സരത്തെ കുറിച്ച്? നല്ല മത്സരമാണ്, നല്ല ടൈറ്റ് കോമ്പറ്റീഷനാണ് ഹയർ സെക്കൻഡറി ഒപ്പന. നമ്മളെ പാട്ടുകൊണ്ടും നമ്മളെ മക്കളെ ഹാർഡ് വർക്ക് കൊണ്ടും നമുക്കൊരു പ്രതീക്ഷ, എനിക്കൊരു ചെറിയൊരു പ്രതീക്ഷ ഉണ്ട്. നമ്മൾ മക്കളെ ഒരു 1.5 മാസത്തെ പ്രാക്ടീസും
പിന്നെ ടീച്ചേഴ്സ്, പാരൻസ്. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത, ഇന്നലെ നടന്ന ഹയർ സെക്കൻഡറി മാപ്പിളപ്പാട്ട് മത്സരത്തിലും ഹാരിസിന്റെ കുട്ടികളാണ് 1-2 സ്ഥാനം നേടിയത് അല്ലേ? 1-2 സ്ഥാനം. അപ്പൊ ഇതൊരു ഹാരിസിന്റെ ഒരു വല്ലാത്തൊരു ജ്വരം ഇവിടെ മേളയിലുണ്ട്, ഇന്നലെ ഇന്നുമായിട്ട് മാപ്പിള കലകളിൽ. അപ്പോൾ ഈ ഇന്ന് നടന്ന ഒപ്പന, വേറെ ഒപ്പന ഏതെങ്കിലും വേദിയിലുണ്ടായിരുന്നോ ഹാരിസ് പഠിപ്പിച്ച? ഇല്ലില്ല, എനിക്ക് ഒറ്റ ടീമുണ്ട്. ഓക്കെ, ശരി. അപ്പം മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ നേരത്തെ നാടകത്തിലാണ് കുത്തകയെങ്കിൽ ഈ പ്രാവശ്യം ഒപ്പനയിൽ സംസ്ഥാന തലത്തിലേക്ക് മേമുണ്ട കൊട്ടിക്കയറുകയാണ്. മീഡിയ വിഷന് വേണ്ടി വീഡിയോ ജേർണലിസ്റ്റ് അനൂപിനൊപ്പം അഷ്റഫ് വാണിമേൽ.